കറക്കിയതിലാണ് എനിക്ക് ലോക റെക്കോർഡ് കിട്ടിയത്. ഈ സൈക്കിള് ഒരു ചാലഞ്ച് പറയുകയാണ്. 10 മീറ്റർ ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10,000 രൂപയായിരിക്കും ഒരു കാഷ് പ്രൈസ് അവാർഡ് ഞാൻ തരാൻ പോകും. അപ്പോൾ ഈ സൈക്കിളിൻ്റെ പേരാണ് പെന്നി ഫാർത്തിങ്. ലോകത്ത് ആദ്യമായിട്ട് സൈക്കിൾ ഉണ്ടാക്കിയത് ഈ മോഡലാണ്. 1871 ലോകത്ത് സൈക്കിൾ ഉണ്ടാക്കിയത്. ഈ മോഡലിൻ്റെ പേര് പെന്നി ഫാർത്തിങ്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്ന് വെച്ചാൽ 2 വീലുണ്ട്, പക്ഷേ ഒരു വീൽ ഏറ്റവും വലുതും ഒരു വീൽ ഏറ്റവും ചെറുതുമാണ്. 2 വീലിനിടയ്ക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിനകത്ത് സൈക്കിൾ ചെയിൻ ഉണ്ടാവില്ല. ചവിട്ടുന്ന പെഡലാണെങ്കിൽ ഫ്രണ്ട് വീലിൻ്റെ നടുക്കാണുള്ളത്. ഇരിക്കുന്ന സീറ്റാണെങ്കിൽ ഫ്രണ്ട് വീലിൻ്റെ മുകളിലാണുള്ളത്. കയറിയിരുന്നാൽ ആർക്കും തന്നെ 2 സൈഡും കാലെത്തത്തില്ല. ഇനി ഫ്രീ വീൽ ഇല്ല. അപ്പോൾ ഫോർവേഡ് ആണെങ്കിൽ ഫോർവേഡ്, ബാക്ക്വേഡ് ആണെങ്കിൽ ബാക്ക്വേഡ്, ഇങ്ങനെയാണ് ഈ സൈക്കിൾ മൂവ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ പ്രത്യേകതയും ഇതാണ്, അതിൻ്റെ പ്രയാസങ്ങളും ഇതാണ്. എന്താ പ്രയാസം എന്ന് വെച്ചാൽ നമ്മളൊരു സഡൻ ബ്രേക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബാക്ക് വീലായിരിക്കും മുകളിലോട്ട് പോകുന്നത്. കാരണം നമ്മളിരിക്കുന്ന സീറ്റ് ഫ്രണ്ട് വീലിൻ്റെ മേളിലാണ്. അപ്പോൾ അതുകൊണ്ട് ബ്രേക്കിംഗ് വളരെ കെയർഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു സ്ലിപ്പ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഫോറിനേഴ്സ് വരെ മലയുടെ മേളിലിരുന്ന് താഴോട്ട് ഇറങ്ങിയിട്ടില്ല. അതിന് റീസൺ എന്താ? മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് മിക്കവാറും ബ്രേക്ക് ചെയ്യേണ്ടി വരും. ബ്രേക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് റേസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത്രയും ബാലൻസ് ചെയ്താണ് ഞാൻ ആദ്യത്തെ ലോക റെക്കോർഡ് ചെയ്തത്. നമ്മുടെ പൊന്മുടിയിലെ തിരുവനന്തപുരം ജില്ലയിലെ പൊന്മുടിയുടെ ഹിൽ ടോപ്പിൽ നിന്ന് കല്ലാറ് വരെയാണ് ഈ സൈക്കിള് ഡൗൺ ഹിൽ റൈഡ് ചെയ്താണ് ആദ്യത്തെ ലോക റെക്കോർഡ് ചെയ്തത്. ഇതിനിടയ്ക്ക് 22 ഹെയർ പിൻ കർവ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്ന സൈക്കിൾ എന്ന് പറഞ്ഞാൽ ബാക്ക്വേർഡ് ബ്രെയിൻ സൈക്കിളാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ നോർമൽ സൈക്കിൾ പോലെയേ ഉള്ളൂ. 2 വീല്, ബാക്കിയെല്ലാം തന്നെ സെയിമാണ്. ഹാൻഡിൽ, ബ്രേക്ക് എല്ലാം ഉണ്ട്. പക്ഷേ ആകെ ചിന്തിക്കേണ്ടത് വേറൊന്നുമില്ല. ഈ ഹാൻഡിലിൻ്റെ വലത്തോട്ട് തിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ വീല് ഇടത്തോട്ട് പോകും, ഹാൻഡിൽ ഇടത്തോട്ട് തിരിക്കുകയാണെങ്കിൽ വീൽ ഇതിന് വലത്തോട്ട് പോകും. ഈ ഒരു കോൺസെപ്റ്റാണ് മനസ്സിൽ ഉണ്ടാവേണ്ടത്. സാധാരണ ചിന്തിക്കുന്നതിനേക്കാളും മാറ്റി ചിന്തിക്കണം. അതുകൊണ്ടാണ് ബാക്ക്വേർഡ് ബ്രെയിൻ സൈക്കിൾ എന്ന് പേരിടാൻ കാരണം. ആദ്യമായിട്ട് ആരെങ്കിലും ഈ സൈക്കിൾ ഓടിക്കുന്നു, ഇത് ചാലഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 10 മീറ്റർ ഓടിക്കുകയാണെങ്കിൽ 1000 രൂപ അപ്പോൾ തന്നെ ഒരു കാഷ് പ്രൈസ് നമ്മൾ കൊടുക്കാറുണ്ട്. അതൊരു പ്രോത്സാഹനത്തിന് വേണ്ടിയാണ്. കാരണം സൈക്ലിംഗ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. ഈ സൈക്കിളിൽ LNCPയുടെ ഗ്രൗണ്ടിലാണ് 1 മണിക്കൂർ ഒരു പ്രാവശ്യം പോലും കാലുകുത്താതെ 7.98 കിലോമീറ്റേഴ്സ് ഓടിച്ചാണ് ഗിന്നസ് ബുക്കിലേക്ക് എനിക്ക് എൻട്രി ചെയ്യാൻ സാധിച്ചത്. ഹാർലേ ഡേവിഡ്സൻ്റെ ആദ്യത്തെ മോഡൽ സൈക്കിളാണ്. ഇതിൻ്റെ പ്രത്യേകത ഒന്നുമില്ല, ബൈക്കിൻ്റെ ഒരു ലുക്കാണ്. ശരിക്കും സാധാരണ സൈക്കിളൊക്കെ സ്റ്റാൻഡ് ചെയ്യുമ്പോൾ അപ്പുറത്തെ സൈഡ് സ്റ്റാൻഡാണ്, വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് വെക്കുമ്പോൾ നിൽക്കുന്നതാണ്. പക്ഷേ ഇതാണെങ്കിൽ അങ്ങ് മറിഞ്ഞു പോകും. പക്ഷേ ഇത് സ്റ്റാൻഡ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഹാൻഡിൽ പ്രൈസ് ചെയ്താൽ മാത്രമേ നിൽക്കുള്ളൂ. ഇതൊരു 60 കൊല്ലം പഴക്കമുള്ള ഹാർലേ ഡേവിഡ്സൻ്റെ ഒറിജിനൽ പീസാണിത്. നമസ്കാരം, എൻ്റെ പേര് PK കുമാർ എന്നാണ്. ഞാൻ ബേസിക്കലി ഫിസിയോതെറാപ്പിസ്റ്റാണ്. ഇന്ന് ഗിന്നസ് റെക്കോർഡ് ഫിസിയോതെറാപ്പിയിലുള്ള ഒരു എക്സസൈസാണ് സൈക്ലിംഗ്. ആ വിഭാഗത്തിൽ തന്നെ ഫിസിയോതെറാപ്പിയിൽ തന്നെ ഇന്ന് ഒരു ഗിന്നസ് റെക്കോർഡ് നേടിയിരിക്കുകയാണ്. ആ ഐറ്റത്തിൻ്റെ പേര് ബാക്ക്വേർഡ് ബ്രെയിൻ സൈക്കിൾ എന്നാണ്. ഏറ്റവും വലിയ സന്തോഷം ഗിന്നസ് റെക്കോർഡ് ബുക്കിൽ എൻ്റെ പേര് വരിക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ ഈ കാറ്റഗറിയാണ് ബാക്ക്വേർഡ് ബ്രെയിൻ സൈക്കിൾ എന്നുള്ളത്. ഇത് എൻ്റെ കുടുംബമാണ്. കുടുംബത്തിൽ വൈഫുണ്ട്, കോസ്മോപോളിറ്റൻ ഹോസ്പിറ്റലിലെ ഡയറ്റീഷ്യനാണ്, പേര് വിജയലക്ഷ്മി എന്നാണ്. ഇന്നിപ്പോൾ ജോലിക്ക് പോയിരിക്കുകയാണ്. ഇത് എൻ്റെ ഇളയ മോളാണ്, VK ദേവിക, ഇപ്പോൾ 7th സ്റ്റാൻഡേർഡ് പഠിക്കുകയാണ്. ഈ മോളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ലോകത്ത് തന്നെ ആദ്യമായിട്ട് 4 വയസ്സിൽ കഥകളി, കേരളത്തിൻ്റെ ട്രഡീഷണൽ ഡാൻസായ കഥകളി പ്രൊഫഷണൽ കോസ്റ്റ്യൂംസിൽ ഡാൻസ് കളിച്ച ആദ്യത്തെ കുട്ടിയാണ് ഈ ലോകത്ത്. അങ്ങനെയാണ് ഈ VK ദേവിക ലോക റെക്കോർഡ് നേടിയത്. ഇതെൻ്റെ മൂത്ത മോളാണ്, VK കാർത്തിക എന്നാണ് പേര്. ഈ മോൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇപ്പോൾ SSLCക്ക് പഠിക്കുകയാണ്. ഫസ്റ്റ് യങ്ങസ്റ്റ് ഗേൾ ചൈൽഡ് ഇൻ ദ വേൾഡാണ്. അപ്പോൾ ലോകത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ പെൺകുട്ടി ഈ കൈകൾ നേരായ ദിശയിലും എതിരായ ദിശയിലും ഒരേ സമയം കറക്കിയാണ് ഈ മോള് ലോക റെക്കോർഡ് നേടിയത്. ഇത് എൻ്റെ മദറിൻലായാണ്, വൈഫിൻ്റെ അമ്മയാണ്. അപ്പോൾ ഈ അമ്മയാണെങ്കിൽ ഇപ്പോൾ വയസ്സ് 78 പക്ഷേ ഇത് എല്ലാവർക്കും ഒരു മാതൃകയാണ്. കാരണം 78 വയസ്സിൽ ഈ ഒരു കൈ മുമ്പോട്ടുള്ള ഡയറക്ഷനും ഒരു കൈ പുറകോട്ടുള്ള ഡയറക്ഷനിലും ഒരുമിച്ച് കറക്കുക എന്ന് വെച്ചാൽ ഏറ്റവും ടഫാണ്. ആ ഒരു കാര്യം ഇന്ന് ഏറ്റവും പ്രായമുള്ള ഒരു ലേഡി എന്നുള്ള രീതിയിൽ ഈ അമ്മായിയമ്മ ഒരു ലോക റെക്കോർഡ് നേടിയിട്ടുണ്ട്. ആ കാറ്റഗറിയിലാണ് മദറില ലോക റെക്കോർഡ്. ഇതേപോലെ തന്നെ എൻ്റെ അമ്മ മുത്തുലക്ഷ്മി എന്നാണ് പേര്.
അദ്ദേഹം ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാൽ 73 വയസ്സാണ്. ഫസ്റ്റ് സീനിയർ സിറ്റിസൺ ഇൻ ദ വേൾഡാണ്. അതും ഈ കൈ കറക്കുന്നതിലാണ്. ഒരു കൈ മുമ്പോട്ടും ഒരു കൈ പുറകോട്ടും കറക്കുന്നതിൽ ഫസ്റ്റ് സീനിയർ സിറ്റിസൺ ലേഡി ഇൻ ദ വേൾഡായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കുടുംബത്തിൽ എല്ലാവരും തന്നെ ലോക റെക്കോർഡ് നേടിയതാണ് പ്രത്യേകത. വൈഫിയുടെ പേര് ഞാൻ പറഞ്ഞു, എസ് വിജയലക്ഷ്മി എന്നാണ്. അദ്ദേഹം ചെയ്തതെന്നാൽ ഇതേ കൈ കറക്കുന്നതിൽ ഫസ്റ്റ് ലേഡി ഇൻ ദ വേൾഡാണ്. 1 മിനിറ്റിൽ 165 പ്രാവശ്യം കറക്കിയാണ് ഫസ്റ്റ് ലേഡി ഇൻ ദ വേൾഡായിട്ട് ആ ഒരു ലോക റെക്കോർഡ് അച്ചീവ് ചെയ്തത്. ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്ന പെർഫോമൻസ് എന്ന് വെച്ചാൽ മാജിക് ഓൺ പെന്നി ഫാർത്തിങ് സൈക്കിൾ. അപ്പോൾ ഈ ലോകത്തെ ആദ്യത്തെ മോഡലിൽ കണ്ണ് കെട്ടിക്കൊണ്ടുള്ള ഒരു മാജിക് റൈഡാണ് ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്നത്. സോ ഈ മാസ്ക് തലയിലേക്ക് കെട്ടിയിട്ടാണ് ഇത് മാജിക് ചെയ്യാൻ പോകുന്നത്. ജീവിതത്തിൽ എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ സന്തോഷമെന്ന് വെച്ചാൽ മൊത്തം ഞാൻ 12 ലോക റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ 2 സൈക്കിളും കൊണ്ട് ഇത് സഹായിച്ചത് 9 ലോക റെക്കോർഡാണ്. 9 ലോക റെക്കോർഡും ഡിഫറെൻറ്റ് കാറ്റഗറീസിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ബോക്സിങ് കഴിഞ്ഞ വർഷം 2019 1 മിനിറ്റിനുള്ള, അതായത് 60 സെക്കൻഡിൽ 360 പഞ്ചാണ് ലാസ്റ്റ് ഇയർ ലോക റെക്കോർഡ്. ആ ലോക റെക്കോർഡ് തന്നെ ഞാൻ 418 പഞ്ചിങ് ചെയ്താണ് ആ റെക്കോർഡ് ഞാനിപ്പോൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ലോകത്ത് കൈകറക്കുന്ന ഗിന്നസ് റെക്കോർഡ് എന്ന് വെച്ചാൽ 2011 220 പ്രാവശ്യമാണ് 1 മിനിറ്റിനുള്ളിൽ ആ കൈ റൊട്ടേഷൻ ചെയ്തത്. ഞാനത് 2018 ജാനുവരിയിൽ 6 എണ്ണം എക്സ്ട്രാ 226 ചെയ്താണ് ആ റെക്കോർഡേയും ബ്രേക്ക് ചെയ്തത്. അങ്ങനെ ജീവിതത്തിൽ ഒരു ലോക റെക്കോർഡ് തന്നെ ചെയ്യാൻ അല്ലെങ്കിൽ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് ചിന്തിക്കുന്നവർക്ക് ഞാൻ കൊടുക്കുന്ന മെസ്സേജ്, ഞാനിപ്പോൾ 1 ഡസൻ 12 നേടിയിട്ടുള്ളത്. മൊത്തം 15 ലോക റെക്കോർഡ് നേടാനാണ് എൻ്റെ മനസ്സിലെ ഉദ്ദേശം. സോ ഇപ്പോഴത്തെ യുവതലമുറ എല്ലാവരും തന്നെ ഇതുപോലെ ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുക. ഓരോരുത്തർക്കും കഴിവുണ്ട്, അത് ഏതാണെന്ന് കണ്ടുപിടിക്കുക, അതിലേക്ക് എല്ലാവരും തന്നെ അച്ചീവ് ചെയ്യുക. അപ്പോൾ ഹലോ ഷിബി, ഈ സൈക്കിളിൻ്റെ പേരാണ് ബാക്ക്വേർഡ് ബ്രെയിൻ സൈക്കിൾ. ഇത് ശരിക്കും ഈ ഹാൻഡിൽ വലത്തോട്ട് തിരിക്കുകയാണെങ്കിൽ വീൽ ഇടത്തോട്ടും തിരിക്കുകയാണെങ്കിൽ വീൽ വലത്തോട്ടും പോകുന്നതാണ്. ഇത് മാത്രം നമ്മളെ മൈൻഡിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ബാക്കിയെല്ലാം നോർമൽ സൈക്കിളിൻ്റെ ഫീച്ചറാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എങ്ങനെ ഈ വേൾഡ് റെക്കോർഡ് ചെയ്യാനായിട്ട് ഒരു മനസ്സ് വന്നു എന്നുള്ളതിൻ്റെ. യൂഷ്വലി ഇൻസ്പയർ എന്നുള്ള പ്രചോദനം കൊടുക്കുന്ന പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് പ്രോഗ്രാം, വ്യക്തിത്വ വികസന സെമിനാറുകൾ ഞാൻ നടത്താറുണ്ട്. അങ്ങനെ സ്കൂൾ, കോളേജ്, കോർപ്പറേറ്റ് കമ്പനീസ് തന്നെ നടത്താറുണ്ട്. അങ്ങനെ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കോട്ടൺ സ്കൂൾ, ഏഷ്യയിലെ ഏറ്റവും വലിയ സ്കൂളിലേക്ക് ഈ വ്യക്തിത്വ വികസന സെമിനാർ നടത്തിയപ്പോൾ ഉച്ചയ്ക്കുള്ള ക്ലാസ്സാണ് 2 മുതൽ 4 മണി വരെ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള 2 മണിക്കൂർ ക്ലാസ് കണ്ടിന്യൂസ് ആണെങ്കിൽ കുട്ടികൾക്ക് ഉറക്കം വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അവർക്ക് ആ ഉറക്കം പോകാൻ വേണ്ടി ഞാനൊരു വ്യായാമം പറഞ്ഞു കൊടുത്തു. ഒരു ബ്രെയിൻ സ്റ്റോമിങ് പ്രോഗ്രാമാണ്. അപ്പോൾ കുട്ടികളോട് പറഞ്ഞു, ഒരു കൈ ഇങ്ങനെ മുമ്പോട്ട് കറക്കുക, മറ്റേ കൈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറക്കുക, രണ്ടും ഒരുമിച്ച് കറക്കുക. അപ്പോൾ ആ കുട്ടികൾ 2-3 മിനിറ്റ് എല്ലാവരും കൂടി ശ്രമിക്കുമ്പോൾ ഇത് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ എല്ലാവരും ചിരിയും ബഹളമായി ആ ഉറക്കം അങ്ങ് പോകും. അതിനുശേഷമാണ് ക്ലാസ് എടുക്കാറുള്ളത്. പക്ഷേ ഒരേ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി എണീറ്റ് ചോദിച്ചു, ഞങ്ങൾ കൈ കറക്കാം, പക്ഷേ സാർ ഒരു പ്രാവശ്യം ഈ ഡെമോൺസ്ട്രേഷൻ കാണിച്ച് തരികയാണെങ്കിൽ. ആക്ച്വലി ഞാനിത് ക്ലാസ് മാത്രമേ എടുക്കാറുള്ളൂ, ഇങ്ങനെ പറയാറേ ഉള്ളൂ, എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെ അന്ന് വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അത് ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടുവരികയും പിന്നെ എല്ലാ ക്ലാസ്സിലും ഞാൻ ചെയ്ത് കാണിക്കും, പിന്നെ കുട്ടികളൊക്കെ ഫോളോ ചെയ്യും. പക്ഷേ അത് ലോകത്ത് ആരാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചെയ്യണമെന്നുള്ളത് ബ്രൗസ് ചെയ്തപ്പോൾ ആണ് ഞാൻ അറിഞ്ഞത് ഗിന്നസിൽ 220 പ്രാവശ്യമാണ് 1 മിനിറ്റിൽ ഒരാൾ കൈ കറക്കിയേക്കുന്നത്. അങ്ങനെ അറിഞ്ഞതിന് ശേഷം ഞാൻ അതിനുവേണ്ടി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്ത് അതിൽ കൂടുതൽ 6 എണ്ണം എക്സ്ട്രാ ചെയ്ത്, അതായത് 226 ചെയ്ത് ലോകത്ത് ആദ്യത്തെ വേൾഡ് റെക്കോർഡ് ഞാനാണ് ചെയ്യാൻ പറ്റിയത്. ഇങ്ങനെയാണ് ഞാൻ ലോക റെക്കോർഡ് അച്ചീവ് ചെയ്യുന്ന രംഗത്തേക്ക് ആദ്യമായിട്ട് വന്നത്. ഇതാണ്